മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി പരാതി. സേക്രഡ് ഹാർട്സ് കോളേജിന് സമീപമാണ് പുലിയെ കണ്ടത്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പുലി തന്നെയാണെന്നുള്ള നിഗമനത്തിലാണ്. നല്ല വിഷയമായിരുന്നു, പക്ഷേ ക്യാമറ എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോഴും മിസ്സായി. ഒരു 6:20 രാവിലെ 6:20 നമ്മുടെ തൃശ്ശൂർ ടൗൺ പ്ലാനിങ്ങിൽ വർക്ക് ചെയ്ത രാധാകൃഷ്ണൻ 6:20 എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ നേരെ ഫോറസ്റ്റ് ഓഫീസർമാരെയും വിളിച്ചു, DFOയും വിളിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ പരിശോധന നടത്തിയതിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു തെളിവ് കിട്ടിയിട്ടില്ല. ഒരു ടീമായിട്ട് തന്നെ ഇവിടെ ഈ ഏകദേശം 27 ഏക്കർ ഭൂമിയുണ്ട് ഈ SH കോളേജിൻ്റെ ആയിട്ടുള്ള. അപ്പോൾ അതിൽ ഈ ഗ്രൗണ്ടിന് പിൻഭാഗത്ത് റെയിൽവേ പാളത്തോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലമാണ്. അപ്പോൾ അവിടെ മുഴുവൻ പരിശോധന നടത്തി. ഇനി അവർ വലിയൊരു ടീം വീണ്ടും പരിശോധന നടത്താനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, കഴിഞ്ഞ ദിവസമാണ് ചാലക്കുടി ടൗണിന് സമീപത്ത് നിന്ന് പുലിയെ കണ്ടതായിട്ടുള്ള ഒരു പരാതി ഉയർന്നത്. ശേഷം വനം വകുപ്പ് എത്തി പരിശോധന നടത്തിയതിൽ അത് പുലിയാണ് എന്നതടക്കം സ്ഥിരീകരിച്ചിരുന്നു. അന്ന് CCTV ദൃശ്യങ്ങളടക്കം തന്നെ കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടതാണ്. അതോടൊപ്പം ഇപ്പോൾ സേക്രഡ് ഹാർട്സ് കോളേജിന് സമീപമാണ് പുലിയെ കണ്ടത്. വനം വകുപ്പിന്റെ പരിശോധന പുരോഗമിക്കുകയാണോ? മറ്റു വിവരങ്ങൾ? വനം വകുപ്പിന്റെ പരിശോധന പൂർത്തിയായി. പുലിയുടെ നിന്ന് സംശയിക്കുന്ന തരത്തിൽ യാതൊന്നും ഈ പ്രദേശത്തു നിന്ന് കണ്ടെത്താനായില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ പുലിയെ കണ്ടു എന്ന് പ്രദേശവാസിയായിട്ടുള്ള റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള രാധാകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു. രാധാകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഡിവിഷൻ കൗൺസിലർ വനം വകുപ്പിനെ വിവരം അറിയിക്കുന്നത് രാവിലെ 6:00 ചാലക്കുടി ടൗൺ പ്രദേശത്ത് തന്നെയുള്ള സേക്രഡ് ഹാർട്ട് കോളേജിന് പുറവശത്തായി ഗ്രൗണ്ടിന് പുറവശത്തായിട്ടുള്ള വലിയൊരു കൃഷിത്തോട്ടം 27 ഏക്കറോളം വരുന്ന തോട്ടമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ പുലിയെ കണ്ടതായി രാധാകൃഷ്ണൻ പറഞ്ഞത്. ഈ രാധാകൃഷ്ണൻ പറഞ്ഞതനുസരിച്ചാണ് ചാലക്കുടി DFOയെ അവിടുത്തെ ഡിവിഷൻ കൗൺസിലർ വിളിച്ചു പറയുന്നതും അവിടെ നിന്നും സ്ക്വാഡ് അംഗങ്ങളെത്തി ഈ സ്ഥലം മുഴുവൻ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തത്. പക്ഷേ പരിശോധനയിൽ പുലിയിൽ നിന്ന് തോന്നിക്കുന്ന യാതൊന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല. കാൽപ്പാട് ഉൾപ്പെടെ ഒന്നും കണ്ടെത്തിയില്ല. എന്തായാലും വലിയൊരു സംഘം, വനവകുപ്പിന്റെ വലിയൊരു സംഘം വീണ്ടും എത്തി ഈ സ്ഥലത്ത് വിപുലമായ പരിശോധന നടത്തും എന്നാണ് ഡിവിഷൻ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ 24-ന് പുലർച്ചെയാണ് ചാലക്കുടി ടൗണിൽ ആദ്യമായി പുലിയെ കാണുന്നത്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഉള്ള 3-4 വീടുകൾക്ക് അപ്പുറമുള്ള വീട്ടിലെ CCTV ക്യാമറയിലാണ് ഇത്തരത്തിൽ ആ ദൃശ്യങ്ങൾ, പുലി നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞത്. ആ ദൃശ്യങ്ങൾ ചെയ്ത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയതാണ്. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം എത്തി പരിശോധന നടത്തി. ദൃശ്യങ്ങളിൽ കണ്ടത് പുലിയെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. കാൽപ്പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തി. പിന്നീട് ചാലക്കുടി ടൗണിനടുത്ത് തന്നെയുള്ള കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന്റെ പരിസരത്തും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ഈ കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപത്തുള്ള പുഴയോട് ചേർന്നുള്ള പറമ്പിൽ കൂട് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കൂട് സ്ഥാപിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ SH കോളേജിന് പുറകിലുള്ള പറമ്പിൽ പുലിയെ കണ്ടതായി പറയുന്നത്. ഈ ചാലക്കുടി ക്ഷേത്രത്തിന് അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇന്ന് രാവിലെ പുലിയെ കണ്ടതായി പറയുന്നത്. എന്തായാലും ഈ പ്രദേശത്തുള്ളവർ തടുത്ത രീതിയിലാണ്, അതായത് ഒരു പൂച്ചയെ കണ്ടാൽ പോലും അതൊരു പുലിയെ ആണെന്ന് തോന്നിക്കുന്ന അത്രയും ഭയത്തിലാണ് ഇവിടെയുള്ളവർ കഴിയുന്നത് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഈ പുലി കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വനവകുപ്പും അതുപോലെ പ്രദേശവാസികളും ഒക്കെയുള്ളത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്, 2 ആഴ്ചയോളം ഏകദേശം സമയമായി ഈ ചാലക്കുടിയിൽ നിന്നും അധികം ദൂരമല്ലാത്ത കൊരട്ടി ചിറങ്ങരയിൽ ഈ ആദ്യമായി പുലി കാണുന്നത്. അവിടെയൊക്കെ കൂട് സ്ഥാപിച്ചു. പക്ഷേ ഇതുവരെയും ആ കൂട്ടിൽ പുലി പെട്ടിട്ടില്ല. അതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ 24-ന് പുലർച്ചെ ചാലക്കുടി ടൗണിനോട് ചേർന്നുള്ള സ്ഥലത്ത് പുലിയെ കാണുന്നത്. അതിനുശേഷമാണ് ആ പ്രദേശത്ത് കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപത്തും പുലിയെ കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ഈ ഇത്തരത്തിൽ SH കോളേജിന്റെ കൃഷിത്തോട്ടത്തിൽ 27 ഏക്കറോളം വരുന്ന വലിയൊരു കൃഷിത്തോട്ടത്തിൽ പുലിയെ കണ്ടതായും പറയുന്നത്. എന്തായാലും വനവകുപ്പും പോലീസും നഗരസഭാ അധികൃതരും ഉൾപ്പെടെ പ്രദേശവാസികൾ ഉൾപ്പെടെ കടുത്ത ജാഗ്രതയിലാണ്. വൃന്ദ.